സിനിമാ താരവും മോഡലും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് ഇന്നലെ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ചയാകുകയാണ്. തനിക്ക് യുവ നേതാവിൽ നിന്ന്, യുവ MLA-യിൽ നിന്ന് ദുരനുഭവമുണ്ടായി എന്ന വെളിപ്പെടുത്തലാണ് റിനി നടത്തിയത്. ഇയാൾ തനിക്ക് നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും തന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നും റിനി പറയുന്നുണ്ട്. ഇതിനുശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചപ്പോൾ അവർ അല്പം കൂടി വ്യക്തത വരുത്തിക്കൊണ്ട് ഈ നേതാവ് ആരെന്ന കൃത്യമായ സൂചനയും പറയുന്നുണ്ട്. പേര് മാത്രം പറഞ്ഞില്ല എങ്കിലും റിനി ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാടിൻ്റെ MLA ആയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ യുവ കോൺഗ്രസ് നേതാവിനെയാണെന്ന് ഏറെക്കുറെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും മനസ്സിലായിട്ടുമുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ പ്രവാസി എഴുത്തുകാരി കൂടിയായ ഹണി ഭാസ്കറും രാഹുലിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് സമാനമായ ആരോപണങ്ങൾ ഉയർത്തി ഫേസ്ബുക്കിൽ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ കോൺഗ്രസ് നേതാവിനെതിരെ, കോൺഗ്രസിൻ്റെ മിന്നും താരത്തിനെതിരെ സമാനമായ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ആദ്യമായി ഉയർന്നു വന്ന ഒരു അപവാദ പ്രചരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു മാധ്യമ പ്രവർത്തകയെ ഇയാൾ പ്രണയക്കെണിയിൽപ്പെടുത്തിയെന്നും ഇവരെ ഗർഭിണിയാക്കിയെന്നും നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിച്ചു എന്നുമെല്ലാമായിരുന്നു. അതിനുശേഷം ഇതിന് പല അനുബന്ധ കഥകളും പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം വന്ന കഥയ്ക്ക് പ്രചാരണം നൽകിയത് ദേശാഭിമാനിയും CPM-ന്റെ സൈബർ ഹാൻഡിലുകളുമാണെങ്കിൽ പിന്നീട് വന്ന കഥകൾ കോൺഗ്രസിൻ്റെ അണിയറകളിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. അതിൽ ആദ്യത്തെ കഥയെന്ന് പറയുന്നത് ഏകദേശം 50 വയസ്സിലധികം പ്രായമുള്ള, കോൺഗ്രസ് നേതാക്കളുമായി ഏറെ അടുപ്പമുള്ള, കേരളം ബഹുമാനിക്കുന്ന വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹിത്യകാരിയോട് ഇയാൾ പച്ചയ്ക്ക് കിടക്ക പങ്കിടുവാൻ അവരെ ക്ഷണിച്ചുകൊണ്ട് അഭ്യർത്ഥന നടത്തി എന്ന ആരോപണമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ MP-യുമായ ഒരു നേതാവിൻ്റെ മകളെ ഇയാൾ പ്രണയക്കെണിയിൽപ്പെടുത്തിയെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം അപവാദ പ്രചരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയും ഹൂ കെയേഴ്സ് എന്ന മനോഭാവത്തോടെ മുന്നോട്ട് പോവുകയുമാണ് രാഹുൽ ചെയ്തത്. എന്നാലും മുമ്പുള്ളതുപോലെയുള്ള അക്രമോത്സുക ശൈലി ഇയാൾ ഈ വിഷയങ്ങളിൽ അവലംബിച്ചിരുന്നില്ല. അല്പം ലോ പ്രൊഫൈലാണ് ഇയാൾ ഈ ആരോപണങ്ങൾക്ക് ശേഷം നിലനിർത്തി പോന്നിരുന്നത്. എന്നാൽ റിനിയുടെ കാര്യത്തിലും ഹണി ഭാസ്കറിന്റെ കാര്യത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവർ ആർജവത്തോടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ കൃത്യമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. ഇതുമാത്രമല്ല, ഈ 2 ആരോപണങ്ങളിലും മുൻപ് വന്നിരുന്ന ആരോപണങ്ങളിലും ഇയാളെക്കുറിച്ചുള്ള പരാതികൾ ഇരകൾ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ അഭ്യുദയകാംക്ഷികൾ വഴിയോ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ അറിയിച്ചു എന്നും വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ സംശയനിഴലിലാവുന്നത് VD സതീശനും ഷാഫി പറമ്പിലും പോലുള്ള രാഹുലിൻ്റെ പാർട്ടിയിലെ സംരക്ഷകരും മെന്റേഴ്സുമായിട്ടുള്ള നേതാക്കളാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടി എടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതാണ്. രാഹുൽ മാങ്കൂട്ടം ആർജവത്തോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ തെളിയിക്കുവാൻ ആരോപണം ഉന്നയിച്ചവരെ വെല്ലുവിളിക്കാത്തിടത്തോളം കാലഘട്ടത്തിൽ അയാൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന നേതാവ് തന്നെയാണ്. അതിൽ ഒരു സംശയവും വേണ്ട. ഒരാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി കോടതിയിൽ വിചാരണ നടത്തി അയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് ശേഷമാവണമെന്നില്ല പൊതുരംഗത്തുള്ളവർ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ആദർശത്തിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടത്. അതങ്ങനെ ആയിരുന്നുവെങ്കിൽ ചാരക്കേസിൻ്റെ പേരിൽ K കരുണാകരൻ പദവി ഒഴിഞ്ഞതും രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി മാറിയതും ഏതെങ്കിലും കോടതി വിധി അദ്ദേഹത്തിനെതിരെ പ്രതികൂലമായി വന്നതുകൊണ്ടല്ല. സമാനമായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രതിച്ഛായുള്ള നേതാവായിരുന്ന PJ ജോസഫ് വിമാനയാത്രാ വിവാദത്തിൻ്റെ പേരിൽ അന്ന് പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന കോൺഗ്രസ് സമരം ചെയ്ത് രാജിവെപ്പിച്ചതും 1ാം ഉമ്മൻചാണ്ടി സർക്കാരിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് പദവി ഒഴിയേണ്ടി വന്നതും 2ാം ഉമ്മൻചാണ്ടി സർക്കാരിൽ KB ഗണേഷ് കുമാറിനും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതുമൊന്നും കൃത്യമായ ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെട്ടതുകൊണ്ടല്ല. നേരെ മറിച്ച് അതൊരു ആദർശത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള രാജികളാണ്. ഏറ്റവും ആനുകാലികമായി കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് പാലോട് രവിയുടെ കാര്യത്തിൽ അവർ സ്വീകരിച്ചിട്ടുള്ള സമീപനമാണ്. എന്തായിരുന്നു പാലോട് രവി ചെയ്ത കുറ്റം? DCC അധ്യക്ഷനായ പാലോട് രവി, തിരുവനന്തപുരം DCC അധ്യക്ഷനായ പാലോട് രവി ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവുമായി നടത്തിയ സ്വകാര്യ ഫോൺ സംഭാഷണത്തിനിടയിൽ തങ്ങളുടെ സംഘടന ദുർബലമാണ് എന്ന തുറന്നു പറച്ചിൽ നടത്തുകയാണ്. ഇതിൻ്റെ ആനുകൂല്യത്തിൽ BJP കേരളത്തിൽ വളർന്നു കയറുമെന്ന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹം പരാമർശിക്കുകയാണ്. ഈ സംഭാഷണം പുറത്തു വന്നതോടുകൂടി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി പാലോട് രവിയെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുവാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത്. അത് ഏറെ അഭിനന്ദനം നേടിത്തന്നിട്ടുള്ള ഒരു വസ്തുതയാണ്. വിവാഹേതര ബന്ധങ്ങളുടെ പേരിൽ ആരോപണം നേരിട്ടിട്ടുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്.
കോൺഗ്രസിന്റെ മാത്രമല്ല ഇതര പാർട്ടികളുടെ നേതാക്കളും അത്തരത്തിൽ പലവട്ടം ആരോപണത്തിന് വിധേയരായവരുണ്ട്. എന്നാൽ ഇവരിൽ പലരും ഈ ആരോപണങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കയറുകയും കേരള രാഷ്ട്രീയത്തിനും കേരള സമൂഹത്തിനും രാജ്യത്തിനും നിസ്തുലമായ സേവനങ്ങൾ നൽകി മുൻപോട്ട് പോയ ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ അവിടെയൊന്നും ഇത്തരത്തിൽ ഇവർക്കെതിരെ പരസ്യമായി ഏതെങ്കിലും സ്ത്രീകൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നില്ല. ഇതിന് പറയാവുന്ന ഏക അപവാദം എന്ന് പറയുന്നത് സോളാർ ലൈംഗിക ആരോപണമാണ്. അതിൻ്റെ നിജസ്ഥിതി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഏജൻസികൾ, പ്രത്യേകിച്ച് CPM-ഉം BJP-യും അധികാരത്തിലിരിക്കുമ്പോൾ വിശദമായ അന്വേഷണം തന്നെ നടത്തി ഈ പരാതികൾ വ്യാജമാണ്, കളവാണ്, ഇവയ്ക്ക് തെളിവില്ല എന്ന് കണ്ടെത്തുകയും കോടതി ഈ റിപ്പോർട്ടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ പല അണിയറ കഥകളും ഇയാളെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, നിരവധി ആരോപണങ്ങളും അപവാദ കഥകളുമാണ് ഇയാളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രചരിക്കുന്നത്. അപ്പോൾ ഈ പുറത്തു വന്ന കഥകൾക്കപ്പുറം നിശബ്ദരായി നിസ്സഹായരായി ഇയാളുടെ അക്രമങ്ങൾക്ക് വിധേയരായ മറ്റു സ്ത്രീകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ബാധ്യതയും കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്നും പാർട്ടി പദവികളിൽ നിന്നും അടിയന്തരമായി ഇയാളെ നീക്കം ചെയ്യുകയും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യണം. പക്ഷേ അത്തരമൊരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പോലും ഇയാളെ പാർട്ടിയുടെ പദവിയിൽ തുടരാൻ അനുവദിക്കുന്നത് തെറ്റായ സന്ദേശമായിരിക്കും ജനങ്ങൾക്ക് നൽകുക. CPM-ന്റെ പീഡന കഥകളോട് അതിവൈകാരികമായി പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഇവിടെ മാതൃക കാണിക്കേണ്ട സമയമാണ് ഉയർന്നു വരുന്നത്. ഇയാൾ അത്തരം ഒരു മാതൃക കാണിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ നേതാക്കളായ ഷാഫി പറമ്പിലിന്റെയും VD സതീശന്റെയും വിശ്വാസ്യത പോലും പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തെ ചുമന്നുകൊണ്ട് പാർട്ടിയുടെയോ പാർട്ടി നേതാക്കളുടെയോ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കേണ്ട ബാധ്യത ഇപ്പോൾ കോൺഗ്രസിനില്ല. കാരണം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം ലൈംഗിക ബന്ധത്തെക്കുറിച്ച് കൃത്യമായി നിർവചിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് എപ്പോൾ കുറ്റമാകുന്നു, എപ്പോൾ കുറ്റകരമല്ലാതാകുന്നു എന്ന് കൃത്യമായ വിശകലനം നിയമം ഇതിന് നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയായവരുടെ കാര്യത്തിൽ അത് ഇപ്രകാരമാണ്: പരസ്പര സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കും പുരുഷനുമുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഒരാളുടെ ഭാര്യയ്ക്ക് മേൽ പോലും അവർ നോ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെ ഇത്തരം ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്, അവർ നിരസിച്ചാൽ ഇത്തരം ഒരു താല്പര്യവുമായി വീണ്ടും വീണ്ടും അവരെ സമീപിക്കുന്നത് വലിയ കുറ്റകൃത്യമാണെന്ന് കോടതി വിധികളിലൂടെ തന്നെ നമുക്ക് അറിവുള്ള കാര്യമാണ്. അങ്ങനെയുള്ളിടത്താണ് ഒരാൾ നിരന്തരമായി ഒരു പ്രഡേറ്ററുടെ സ്വഭാവത്തോടു കൂടി സ്ത്രീകളെ സമീപിക്കുന്നു, മറയില്ലാതെ തൻ്റെ ലൈംഗിക തൃഷ്ണ സ്ത്രീകളോട് പ്രകടിപ്പിക്കുന്നു, നിരന്തരമായി അവരെ കിടക്ക പങ്കിടുവാൻ ക്ഷണിക്കുന്നു, പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നു, നിരന്തരമായി തുടരെ അവർ നിരസിച്ചിട്ടും നിരുത്സാഹപ്പെടുത്തിയിട്ടും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക വൈകൃത്യത്തിന് ഉടമയായ വ്യക്തിത്വമാണ്. അതായത് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളെ നഗ്നത പ്രദർശിപ്പിച്ച് സായുജ്യമടയുന്ന മനോരോഗികളുടേതിനും, അല്ലെങ്കിൽ ട്രെയിനിലും ബസ്സിലുമുള്ള സഹയാത്രികരായ സ്ത്രീകളെ നോക്കി സ്വയംഭോഗം ചെയ്ത് ലൈംഗിക ചാരിതാർത്ഥ്യമടയുന്ന മനോരോഗികളുടേതുപോലെയും, അല്ലെങ്കിൽ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ചെടുത്ത് ലൈംഗിക സായുജ്യം കണ്ടെത്തുന്ന ആളുകൾ പ്രകടിപ്പിക്കുന്നത് പോലെയുള്ള ഒരു മനോരോഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. ഇയാൾ വിവിധ പ്രായങ്ങളിലുള്ള സ്ത്രീകളെ, സമൂഹത്തിന്റെ നാനാ തുറകളിൽ അഭിരമിക്കുന്ന സ്ത്രീകളെ അപ്രോച്ച് ചെയ്യപ്പെട്ടു എന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഒരു സംശയത്തിന്റെ നിഴലിലാണ്. ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരെ കോൺഗ്രസിന്റെ സൈബർ ക്യാമ്പുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉയർന്നു വരുന്നുണ്ട്, അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല. ഒരു നേതാവിനെതിരെ പീഡനാരോപണം ഉയരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമാനമായ രീതിയിൽ ഇവിടെ ആ പീഡനത്തിന്റെ തീവ്രത അളക്കുവാനുള്ള മനോഭാവത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങരുത്. ആരോപണത്തിന്മേൽ വസ്തുനിഷ്ഠമായ പരിശോധനകൾ നടത്തിക്കൊണ്ട് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുവാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കണം. ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ വസ്ത്രധാരണത്തെയും അവർ ചെയ്യുന്ന തൊഴിലിനെയും പരിഹസിച്ചതുകൊണ്ട് ഇരുളുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെയേ കാര്യങ്ങൾക്ക് പരിഹാരമാകുകയുള്ളൂ. കാരണം ഇത് പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളി ഉയരുന്ന ഒരു ഘട്ടമാണ്. കോൺഗ്രസ് നേതാക്കളും ഇവിടെ സംശയത്തിന്റെ നിഴലിലാണ്. നേരത്തെ വ്യക്തമാക്കിയതുപോലെ ഇരകളിൽ ഒട്ടുമിക്ക ആളുകളും കോൺഗ്രസ് നേതാക്കളെ തങ്ങളുടെ ദുരനുഭവം ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ആരോപണം ഉയർത്തിയ റിനി പറയുന്നത് ഇയാളെക്കുറിച്ച്, ഇയാളുടെ ഭാഗത്തു നിന്നുള്ള മോശമായ സമീപനത്തെക്കുറിച്ച് പാർട്ടി നേതാക്കളോട് താൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ്.
എന്നിട്ടും ഇയാൾക്ക് നിരന്തരമായി സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് തന്നെ നിരാശപ്പെടുത്തിയെന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ആ നേതാവിന്റെ പേര് താൻ തുറന്നു പറയാത്തത് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലെ ഒരുപാട് നേതാക്കളുമായി തനിക്ക് അടുത്ത ബന്ധമുള്ളത് കൊണ്ടാണെന്നും ആ പാർട്ടിയെയോ ആ നേതാക്കളെയോ പ്രതിരോധത്തിലാക്കുവാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണെന്നും പറഞ്ഞു വെക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ത്രീകൾക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ ആ പേര് പറയുവാനും താൻ മടിക്കില്ല എന്നും ഈ യുവതി പറയുന്നുണ്ട്. അത്ര ആർജവത്തോടു കൂടി അവർ സംസാരിക്കുമ്പോൾ ഇവിടെ ധൈര്യപൂർവ്വം നടപടിയെടുക്കുവാനുള്ള ആർജവം കാണിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. കാരണം റിനി എന്ന് പറയുന്നത് പറവൂർ നിയോജക മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ റിനി തീർച്ചയായും വി.ഡി. സതീശനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പൊതുബോധം ഇപ്പോൾ വിലയിരുത്തുന്നത്. വി.ഡി. സതീശനെ യു.ഡി.എഫിന്റെയും കോൺഗ്രസിന്റെയും അണികൾ ഇന്ന് നോക്കിക്കാണുന്നത് തങ്ങളുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും രക്ഷകനായിട്ടാണ്. രാഷ്ട്രീയമില്ലാത്ത കേരളത്തിലെ നിഷ്പക്ഷരായ ഒരു വലിയ ജനത പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിക്കുവാനുള്ള ഒരു നിമിത്തമായി, പ്രത്യാശയുടെ പൊൻകിരണമായി അദ്ദേഹത്തെ നോക്കിക്കാണുമ്പോൾ ആ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തുവാനുള്ള ബാധ്യതയും പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നും നാം ഓർത്തിരിക്കേണ്ടതാണ്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മാതൃകായോഗ്യമായ ഒരു നടപടി അനിവാര്യമാണ്. അതിനുള്ള ആർജവം കോൺഗ്രസ് പ്രകടിപ്പിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും രാഷ്ട്രീയ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.